ഹലോ ചമര എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ പ്ലാറ്റ്ഫോമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് ഫുള്ള് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് വെച്ച് കളിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ലോസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്കില്ല് ഉപയോഗിച്ചിട്ട് മാക്സിമം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു ഉത്തരവാദിത്വമല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളോ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജെന്യൂനിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ നമുക്കിതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതും അതുപോലെ തന്നെ അക്കൗണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളതും അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണിക്കുക. രജിസ്റ്റർ ചെയ്യാനുള്ളത് അതിൽ നിങ്ങളെ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ കൺട്രി കോഡ് നിങ്ങളും ജസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് +1 ആവും കാണാം. നിങ്ങൾ ജസ്റ്റ് കൺട്രി കോഡ് കൊടുക്കുക. നിങ്ങൾ ഏത് രാജ്യമാണ് ജസ്റ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു റെഫറൽ കോഡുണ്ട് അത് ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് രജിസ്റ്റർ കൊടുക്കട്ടോ. എന്നിട്ട് ലോഗിനിൽ പോവുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ലോഗിനിൽ പോകും. ഞാൻ അപ്പോൾ ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ കൺട്രി കോഡ് അതും നിങ്ങൾ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് താഴെ ഒരു കോഡ് കാണാം, അതായത് ഒരു ഇമേജ് കോഡ് കാണാം. നിങ്ങളത് അതേപോലെ അവിടെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ആഡ് കാണും, ജസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ളൊരു സംഭവം കാണിച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഞാൻ ഇതിൽ ഓൾറെഡി റീചാർജ് ചെയ്തിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ $40 $40 $0.40 ബാലൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 0 കാണിക്കുക. ഞാൻ ഓൾറെഡി റീചാർജ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോ സെപ്പറേറ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഓരോ ഓപ്ഷൻസ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റീചാർജ്, വിഡ്രോ, ബോണസ്, റാങ്കിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ 3 ഗെയിമുണ്ട്. പിന്നെ അതേപോലെ ഒരു ഗെയിം കമ്മിങ് സൂൺ ആണ്. നിങ്ങൾ ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതേപോലെ ബോണസ്, അതേപോലെ നമ്മൾ ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട്സിന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് ബോണസ് ലഭിക്കുന്നുണ്ട്. അതായത് അതുവഴി നമുക്ക് $, ഏൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര $ആണ് കിട്ടുന്നത് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ. ഇനി നമുക്ക് റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്യാനായിട്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ. ശേഷം നമുക്ക് റീചാർജിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഫിയറ്റ് ചൂസ് ചെയ്യും കേട്ടോ. USDT നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതും അതിന് വരായിട്ട് നമുക്ക് ഫിയറ്റ് ആകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് $50 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് പേ നൗ കൊടുക്കും കേട്ടോ. ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ കൺട്രി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് ജസ്റ്റ് ചൂസ് ചെയ്യാം. എന്നിട്ട് പേ നൗ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ പ്രോസസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിൽ കണ്ടിന്യൂ കൊടുക്കും കേട്ടോ. റീചാർജ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചത്. അത് കൺഫേം കൊടുക്കുക. ഇനി ശേഷം നിങ്ങളെ ഒന്നെങ്കിൽ ഫോൺ പേയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു UPI അഡ്രസ്സ് കാണുന്നുണ്ടാവും. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഫോൺ പേ അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ഏതായിക്കോട്ടെ നിങ്ങൾ അതിൽ പോവുക. UPI അഡ്രസ്സ് ജസ്റ്റ് അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്ത UPI അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് വരും. എന്നിട്ട് നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ജസ്റ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4150. അതായത് $50 4150. ആ ജസ്റ്റ് ആ എമൗണ്ട് ഒന്ന് അവിടെ കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടാവും കാണുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡർ നമ്മുടെ ഗൂഗിൾ പേയിൽ കാണിക്കില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഉണ്ടല്ലേ 4150 നമ്മൾ സെൻഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു UPI നമ്പർ കോപ്പി ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ UPI നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ്റെ UPI നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വരിക. ഇനി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ അക്കൗണ്ടിൽ $50 റീചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ബാലൻസ് $50 റീചാർജ് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ ACEPLAY എന്നുള്ള പ്രഡിക്ഷൻ ഗ്രൂപ്പിലേക്ക് വരിക, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. ഓക്കെ, ഇത് ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ പ്രഡിക്ഷന് സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. നമ്മളതിന് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് വെയിറ്റ് ചെയ്യുക. അവരുടെ മെസ്സേജിനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഓപ്ഷൻസ് എന്നുള്ളത് പാരിറ്റി
അതുപോലെ തന്നെ പീരീഡ് എന്നുള്ളൊരു നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ബൈ ഏത് കളറാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് അതും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അതേപോലെ എത്ര മൾട്ടിപ്പിൾ ആണെന്നുള്ളത് 1x, അതേപോലെ പർച്ചേസ് പ്രൈസ് $20, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് പോവുക. നമ്മൾ ബിങ്കോ എന്നുള്ള ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. റെഡാണ് നമ്മളോട് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ക്രീൻഷോട്ടും വിട്ട് തന്നിട്ടുണ്ട് ഏതാ ചൂസ് ചെയ്യണമെന്നുള്ളത്. കണ്ടില്ലേ, നമ്മൾ റെഡ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എത്ര സംഖ്യ എന്നുള്ളത് 1x ആണ് വന്നിട്ടുള്ളത്, $20 കേട്ടോ. ഓക്കെ, നമുക്ക് പർച്ചേസ് ഡേറ്റ് $20. അത് നമുക്ക് ഉണ്ടല്ലേ. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി 10 ചൂസ് ചെയ്തു. അതിൽ നമ്മൾ ക്വാണ്ടിറ്റി 2 കൊടുക്കണം. ഓക്കെ, ക്വാണ്ടിറ്റി 2 കൊടുത്തു. നമുക്ക് ടോട്ടൽ എമൗണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പീരീഡ് നമ്പർ ചെക്ക് ചെയ്യാനുണ്ടോ. നമുക്ക് 68 വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ കൺഫേം കൊടുക്കാൻ ഡിലേ വന്നത് കൊണ്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ പറ്റും കറൻറ്റ് ഇഷ്യൂ ഫിനിഷ്ഡ്. അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രിഡിക്ഷൻ്റെ ടൈം ഓവറായി. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നുള്ളൂ. നമ്മൾ ഇതേപോലെ ഇത് ജസ്റ്റ് എന്താ പറയുക, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രിഡിക്ഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രിഡിക്ഷന് നമുക്ക് നഷ്ടം വരില്ല. കാരണം നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് നഷ്ടം വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വരുള്ളൂ. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നുമില്ല, അതായത് ഈക്വലാണ്, നമുക്ക് നഷ്ടമില്ല പ്രോഫിറ്റും ഇല്ല. ഇനി നമുക്ക് അടുത്തത് ഓക്കെ, അടുത്ത പീരീഡ് നമ്പർ വന്നിട്ടോ 68 കഴിഞ്ഞ് 69. ഇപ്പോൾ നമ്മളുള്ളത് 69. ഓക്കെ, അടുത്ത പീരീഡ് നമ്പർ വന്നു. ഇനി നമ്മൾ ജസ്റ്റ് അതിൽ നമ്മൾ ഗ്രീനിൽ ജോയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രീനിൽ ജോയിൻ ചെയ്യാം. അതേപോലെ മൾട്ടിപ്പിൾ അക്കെന്ന് വരുന്നത് 1x, അതേപോലെ പർച്ചേസ് റുപ്പീസ് വരുന്നത് റുപ്പീസ് അല്ല ഡോളർ വരുന്നത് $20. ഓക്കെ, നമ്മൾ ഗ്രീനിൽ ജോയിൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ എത്ര സംഖ്യ ആണെന്നുള്ള $20 ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി 2 കൊടുത്തിട്ട് $20 ആക്കുക. ഓക്കെ, എന്നിട്ട് കൺഫേം കൊടുക്കട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടൈം ഇങ്ങനെ പോകുന്നത് 22, 21 അങ്ങനെ കണ്ടില്ലേ, സെക്കൻഡുകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കണ്ടില്ലേ. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷനിൽ. അതേപോലെ നിങ്ങൾക്ക് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ $20 ഇപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഈ ടൈമിംഗ് ഇവിടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമുക്ക് 68 റീചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രഡിക്ഷനിൽ വിൻ ചെയ്തപ്പോൾ 68. നമുക്ക് $20 നമുക്ക് കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അവർ സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. അതാണ് നമുക്ക് 68 സംതിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷന് ഏതാണെന്നുള്ളതും പീരീഡ് നമ്പർ ഏതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പീരീഡ് നമ്പർ 70 വന്നിട്ടുള്ളത്. ലാസ്റ്റ് ജോയിൻ റെഡിലാണ്, നമ്മൾ റെഡിൽ ജോയിൻ ചെയ്തു. നമുക്ക് മൾട്ടിപ്പിളൊക്കെ വന്നിട്ടുള്ളത് അതിൽ നമുക്ക് $20 വന്നിട്ടുള്ളത്. മൾട്ടിപ്പിൾ 1, ക്വാണ്ടിറ്റി 2, $20. ഓക്കെ, നമ്മളവിടെ എമൗണ്ട് നമുക്ക് കൺഫേം കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് സക്സസ് എന്ന് എഴുതി കാണിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാവും. അതുപോലെ തന്നെ നമ്മുടെ ഡോളർ 48 ആയിട്ടുണ്ട്, അതായത് $20 കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു 57 സെക്കൻഡ് ഉണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം പീരിയഡ് നമ്പറിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കൊടുത്തു നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് സെയിം, അതായത് 370 എന്നുള്ള ലാസ്റ്റ് വരുന്ന പീരിയഡ് നമ്പർ നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്താണ്ടാവും നമുക്ക് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഡബിൾ കയറും, ചിലപ്പോൾ നമുക്ക് ഡബിൾ ലോസ് വരും. ഇപ്പോൾ ഏകദേശം ടൈം കഴിയാനായിട്ടുണ്ട്. 27 സെക്കൻഡ് ആയിട്ടുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് $28 ആയി, അതായത് ടോട്ടൽ $40 നമ്മൾ സ്പെൻഡ് ചെയ്ത്. ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് $40 പ്രോഫിറ്റ് എക്സ്ട്രാ കയറും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും $106 നമുക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, 110 കയറണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ചെറിയൊരു ചാർജ് കൂടിയും. അപ്പോൾ നമുക്ക് $106. അപ്പോൾ നമുക്ക് രണ്ടും, അതായത് നമ്മൾ കളിച്ച രണ്ട് കളിയിലും നമുക്ക് പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഏൺ ചെയ്ത എമൗണ്ട് എങ്ങനെ റീചാർജ് ചെയ്യണമെന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും $106.40 നമുക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് എങ്ങനെ റീചാർജ് ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് നമ്മൾ റീചാർജ് എന്നുള്ളൊരു ഐക്കണല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് USDT വേണമെന്നുണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബാങ്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാങ്കിലേക്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കാർഡ് ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ എൻ്റെ നെയിം, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പിന്നെ IFSC കോഡ്, ഇമെയിൽ, ഫോൺ നമ്പർ, നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നിട്ട് ആഡ് കൊടുക്കുക.
ഓക്കെ, ഇപ്പം നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോവുക, വിഡ്രോവലിൽ നിങ്ങൾ ബാങ്ക് ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കാർഡ് അവിടെ ആഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ എമൗണ്ട് ചൂസ് ചെയ്യുക. എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് എമൗണ്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ 106 കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര എമൗണ്ട്, അതായത് INR എത്ര ഉണ്ടാവുന്നത് ജസ്റ്റ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 8000 സംതിങ്, 8549. അപ്പോൾ നിങ്ങൾ 106 തന്നെ ഞാൻ റീചാർജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിഡ്രോ കൊടുക്കട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിഡ്രോ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എപ്പോൾ വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഏകദേശം ഒരു 12 hours-ൻ്റെ ഉള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. ഇടയ്ക്ക് ഫാസ്റ്റായിട്ട് വരും. USDT ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 2 hour 1 hour-നുള്ളിൽ റീചാർജ് ആവും. നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കുറച്ച് ടൈം കൊടുക്കും കേട്ടോ. ഓക്കെ, അതേപോലെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ അക്കൗണ്ടിലേക്ക് റീചാർജ് ആയത്. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ചാടി കയറിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. കാരണം നമ്മൾ ക്യാഷ് വെച്ച് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.